ശബരിമലയിൽ കനത്ത തിരക്ക് തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന കാര്യം ആവശ്യത്തിനൂടെ അരവണയില്ല എന്നതാണ്. എന്നാൽ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രമം. വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു മോർണിംഗ് ഷോയിൽ. അരുൺ പാറയ്ക്കൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അരവണ പായസത്തിൻ്റെ പ്രശ്നമൊക്കെ തീർന്നോ? അപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കാൻ ചില കമ്പനികളെ ഏർപ്പെടുത്തി എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. സന്നിധാനത്താണ് ഇപ്പോൾ ഉള്ളത്. സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഫ്ലൈ ഓവറിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് എവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മരക്കൂട്ടം വരെ ക്യൂ നീണ്ടിട്ടുണ്ട്. ഇതുവരെ പുലർച്ചെ മുതൽ ഇതുവരെ 35,000-ലധികം ആളുകൾ 18-ാം പടി കയറി കഴിഞ്ഞു. 4,800 ആളുകളെയാണ് മണിക്കൂറിൽ 18-ാം പടി കയറ്റുന്നത്. ഈ അരവണ പ്രതിസന്ധിയാണ് ഇപ്പോൾ പ്രധാനമായ പ്രശ്നമായി സന്നിധാനത്ത് നിലനിൽക്കുന്നത്. ഒരാൾക്ക് 5 ടിൻ വീതമുള്ള അരവണയായി അത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത്രേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ ഉത്തരവുള്ളത്. 2 കമ്പനികൾക്ക് പുതുതായി കരാർ നൽകിയിരുന്നു. നേരത്തെ കൊല്ലം, തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള 2 കമ്പനികൾക്കായിരുന്നു ഈ അരവണയുടെ കണ്ടെയ്നറുകൾ എത്തിക്കാൻ കരാർ നൽകിയിരുന്നത്. ഒരു കണ്ടെയ്നറിന് 6.47 രൂപ നിരക്കിലായിരുന്നു ആ കരാറൊക്കെ ഏറ്റെടുത്തിരുന്നത്. പക്ഷേ ആദ്യം കരാറെടുത്ത കമ്പനി അത് കൃത്യമായി പാലിച്ചില്ല. 1.5 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ ഒരു ദിവസം വരേണ്ട സ്ഥാനത്ത് അതിൽ പകുതി മാത്രമേ വന്നുള്ളൂ എന്നതാണ് പ്രധാനമായ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കമ്പനിയാണ് കൂടുതലായി കണ്ടെയ്നർ എത്തിച്ചത്. അത് ഇന്നലത്തോടുകൂടി ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. പുതുതായി കഴിഞ്ഞ ശനിയാഴ്ച കരാർ വിളിച്ചിരുന്നു. പുതുതായി 2 കമ്പനികൾക്ക് കൂടി കരാർ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും 2 കമ്പനികൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കും. ഭക്തജനങ്ങൾക്ക് അരവണ നൽകുന്നതിലുള്ള പരിമിതി, അതായത് അത് പരിമിതപ്പെടുത്തിയത് അത് ഇന്നത്തോടു കൂടി അതിനൊരു തീരുമാനമുണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മകരവിളക്ക് പ്രമാണിച്ചുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ശബരിമലയിൽ നിയന്ത്രണങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ 14, 15 തീയതികളിൽ പ്രധാനമായും വെർച്വൽ ക്യൂവിന്റെ എണ്ണവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം തീയതി 50,000-ആയും 15-ാം തീയതി അത് 40,000-ആയുമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ മകരജ്യോതി ദർശനത്തിനെത്തുന്ന ആളുകൾ അവർ 3 ദിവസം മുൻപ് ഈ സന്നിധാനത്തെത്തി തമ്പടിച്ച് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ശബരിമലയിൽ സന്നിധാനത്ത് തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിന്നാണ് അരുൺ പാറയ്ക്കൽ ചേർന്നത്. എന്തായാലും ഈ അരവണ പായസം എത്തിക്കാനുള്ള തകർത്ത തിരക്കിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആവശ്യത്തിന് അരവണ പായസം എത്തട്ടെ. മുമ്പും ഇങ്ങനെ അരവണ ആവശ്യം ലഭിക്കുന്നില്ല എന്ന പരാതിയൊക്കെ ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.